രാവിലെ തൊട്ട് കുളിക്കാൻ വിളിച്ചിട്ട് ഈ പെണ്ണാണെങ്കിൽ അച്ഛമ്മ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വന്നതില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛമ്മയും, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മമ്മയാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടെ പിന്നെ പോയി കഴിഞ്ഞാൽ റെസ്റ്റാണല്ലോ. പിന്നെ അങ്ങനെ അവളെയും കുളി കഴിഞ്ഞ് പിന്നെ ഞാനും കുളിച്ച് റെഡിയായി. ഇന്ന് അമ്പലത്തിലെ പൂജയാണ്, ശംഖം. വേറെ പൊട്ടൊന്നും കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ പൊട്ട് കൊണ്ടിട്ട് സിന്ദൂരവും എല്ലാം വെച്ച് റെഡിയായി. ഇത് ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവും കേട്ടോ. ഞങ്ങൾ തന്നെ സ്വന്തം ക്ഷേത്രമാണ്, തറവാട്ട് അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ മാമനും എല്ലാവരും ഉണ്ട്. തറവാട്ടമ്പലത്തിൽ ഇന്ന് പൂജയാണ്, ശംഖരാമത്തിന്. എല്ലാ ശംഖരാമത്തിനും അവിടെ പൂജയുണ്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചു, കുറിയൊക്കെ തൊട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഗണപതിൻ്റെ പൂജ. അത് എത്ര തന്നാലും ഞാൻ കഴിക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അത്. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും വട്ടത്തിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇടേ ഞാനും മോളും അവിടെ കളിയിലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, മാമന്മാരും അമ്മായിമാരും ഒക്കെ ആയി. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു, പൂജയൊക്കെ കഴിഞ്ഞു. ഇത് ചോറ്, പൂക്കളം ചോറ്. പ്രദക്ഷിണം വെച്ചാലോ? സായി ഫാമിലി എനിക്ക് വേണ്ട പേര് മീനാക്ഷി. ഇത് അവിടെ തന്നെയുള്ളൊരു ബിൽബി മരമാണ്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പൂവ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. മൊത്തം മേലോട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഭംഗിയെന്ന് പറയും കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. പിന്നെ ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് കഴിച്ചു നോക്കുന്നത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ഈ സാധനം. പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു രസമല്ലേ, അങ്ങനെ ഒന്ന് പറിച്ചൊന്ന് കഴിച്ചു നോക്കും. പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി കുറേ സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. താങ്ക് യു. പപ്പായല്ല. ആ പപ്പായയുടെ ഇവിടെ കുഴിയിലുണ്ട്. ഇപ്പോൾ ആരും ഇറങ്ങാൻ കുഴിയില് ഏണി വെച്ച് ഇറങ്ങേണ്ടി വരും. വേണി വെച്ചാലും ഇറങ്ങൂല. പഴത്തിന്റെ ആള് അന്ന് സീത എന്നോട് കാമ്പ് കൊടുത്തിട്ടാണ് എന്തിനാ